അവിടെ നിന്ന് പറഞ്ഞാൽ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിതാ നമ്മുടെ വീടിൻ്റെ മേളിൽ, റോഡിൻ്റെ മേളിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ അല്ലേ, അപ്പം അത്ര വലിയ മഴയൊന്നുമില്ല. അപ്പോൾ നല്ല മഴ സമയത്ത് ഇതാ ഇത് പാറയിടുക്കിൽ നിന്ന് വരുന്ന ഓലി എന്നൊക്കെ പറയുവേ, അതിനകത്തൂടെ വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ സമയത്ത് മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി ഈ കല്ലിനിടയിൽ കൂടെ വീണ് താഴെ ഒരു ചെറിയ ഓടയുണ്ട്, അതിനകത്തോട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി മഴ കുറച്ച് കുറഞ്ഞത് കൊണ്ട് വെള്ളത്തിൻ്റെ ഫ്ലോ ഇച്ചിരി കുറവാണ്, അല്ലെങ്കിൽ നല്ല വെള്ളമാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ ഇങ്ങനെ റോട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാ കണ്ടില്ലേ, അങ്ങ് അകലെ മലയാണ് കേട്ടോ. മലയിൽ മഴയൊക്കെ പെയ്ത് തോർന്ന നേരം നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ മൂടി പൊതച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ. ഇപ്പോഴാണെങ്കിൽ ഇച്ചിരി മഞ്ഞ് കുറവുണ്ടേ. അപ്പം മഞ്ഞ് നല്ല സമയമാണെങ്കിൽ ഇവിടെ കടൽ പോലെ നമുക്ക് കാണാം കേട്ടോ. ശരിക്കും ആ പച്ച ഇലകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, അതുപോലെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കും. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പോലും നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല കേട്ടോ, നല്ല കോട ഇങ്ങനെ കയറി കഴിയുമ്പോഴേ. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് തോർന്ന് കുറേ നേരമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കിന് കോട കയറിയതെല്ലാം ഇറങ്ങിപ്പോവേ. അപ്പോൾ മഴ പെയ്ത് തോർന്ന് ഒരു 10-15 മിനിറ്റ് വരെ ഇങ്ങനെ കോട നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ വെള്ളം ഒഴുകി വരുന്ന ഇത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. അത് കാണാൻ വേണ്ടിയിട്ട് മേളിലേക്ക് കയറി പോവുകയാണേ. അപ്പോൾ ഈ മേളിൽ കയറി ചെന്ന് കഴിയുമ്പം അവിടെ നിന്നാണ് ഓലി ഇങ്ങനെ പാറയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ആ വെള്ളം ഒഴുകുന്ന മേളിൽ കയറി നിന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറി പോവുകയാണെ. അതൊരു വീട്ടുകാരുടെ ഒരു പറമ്പാണ് കേട്ടോ. അപ്പോൾ ആ വീട്ടുകാർ അവരുടെ വീട്ടിലേക്ക് കയറി പോകുന്നതിൻ്റെ അടുത്തെല്ലാം ഇങ്ങനെ റോട്ടിലെല്ലാം ഇങ്ങനെ ജാതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ജാതിക്ക ഇച്ചിരി കുറവുള്ളതുകൊണ്ട് അതിൽ ജാതിക്ക ഇല്ല കേട്ടോ. ജാതിയെല്ലാം പൂവിട്ട് വരുന്നതേ ഉള്ളൂ, ചെറിയ കായായി വരുന്നതേ ഉള്ളേ. അപ്പോൾ താഴെ റോഡിൽ നിന്നാണ് നമ്മൾ മേളിലേക്ക് കയറി വന്നത് കേട്ടോ. പിന്നെ അവരുടെ വീട്ടിൽ ഈ ആൾക്കാരുടെ വീട്ടിൽ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് നല്ല രസമുണ്ട് കേട്ടോ. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്കിന് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓലിയെ. അതൊരു കുഴിയാണ് കേട്ടോ മേളിൽ കാണുന്നത്. ആ കുഴിയിൽ മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇങ്ങനെ താഴേക്ക് വന്നാണ് താഴെ അങ്ങ് റോഡിൽ ഇങ്ങനെ എത്തിച്ചേരുന്നത്. അപ്പം നല്ല മഴ സമയത്ത് വെള്ളം ഒഴുകുന്ന നല്ല സൗണ്ടായിരിക്കും കേട്ടോ. നമുക്ക് വീട്ടിലിരുന്നാലൊക്കെ വെള്ളത്തിൻ്റെ ഭയങ്കര സൗണ്ടായിരിക്കും. ഇപ്പം ഇച്ചിരി വെള്ളത്തിൻ്റെ ഫ്ലോ ഒക്കെ ഇച്ചിരി കുറവുണ്ടേ. ഈ വെള്ളം ആൾക്കാർ കുടിക്കാനൊക്കെ എടുക്കും കേട്ടോ. അതിൻ്റെ അടുത്ത് ചെറിയൊരു ഓസൊക്കെ കിടക്കുന്ന കണ്ടോ നിങ്ങൾ, ഒരു കറുത്ത കളറിൽ. താഴെ റോട്ടിൽ നിന്നാണ് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചു തന്നത്. അപ്പോൾ ജാതിയാണ് കേട്ടോ അവിടെ എല്ലാവരും നട്ടു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വെള്ളം വേനൽക്കാലം ആയാലും പറ്റിപ്പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലെ അമ്മയൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് തുണി അലക്കാനും കുളിക്കാനും ഒക്കെ ഇവിടെ വരും കേട്ടോ. വെള്ളം കുറവുള്ള സമയത്ത് ഇവിടെ വന്ന്, വീട്ടിലെ വെള്ളം കുറവുള്ള സമയത്ത് ഇവിടെ വന്ന് അലക്കി കുളിച്ചിട്ടൊക്കെ പോവേ. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കണ്ടിട്ട് ഇതാണ് ആ വീട്ടുകാരെ. അവരിപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അവിടെയും കൂടെ ഒന്ന് കാണാം, നല്ല വ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കി കേട്ടോ. നല്ല രസമല്ലേ, കണ്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി. ഇപ്പോൾ കോട ഇച്ചിരി കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ നല്ല രസമാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് തോർന്ന നേരം മഞ്ഞ് മൂടി മൊത്തം മഞ്ഞായിരിക്കും, നമുക്ക് കടൽ പോലെ ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ അവിടെ ഒരു ചെറിയ ശംഖുപുഷ്പത്തിൻ്റെ ചെടി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ പിന്നെ നമ്മുടെ ശാമിക പറയേണ്ട കാര്യമില്ല. ആ പൂവൊക്കെ പറിച്ച് ശംഖുപുഷ്പം പറിച്ച് അതിൻ്റെ പൂ ഇങ്ങനെ പറിച്ചെടുക്കുവാണ് കേട്ടോ. എവിടെ പുഴു പൂവിനകത്ത് പിടിച്ചിരിക്കുന്നത് അല്ലേ? അത് പൂവേലല്ല, അതായി ഇലയില. പൂവേല ഇവിടെ തിന്നെ കണ്ട. അത് പറിക്കണ്ട, വേറെ പറിച്ചു. വേറെ ഉണ്ട്. ഇത് ജാതിക്ക കണ്ടോ,
കുഞ്ഞു ജാതിക്ക. അതിനിടയിലെല്ലാം ചെറുതായി വരുന്നതേ ഉള്ളൂ. ജാതിക്കയാ? ജാതിക്ക ഒരു സാധനം, ഒരു തിന്നുന്ന ഒരു സാധനം. തോപ്പിക്കണോ? എന്നാ തന്നെ ഇറങ്ങി നടന്നാ മതി, അപ്പൊ തോപ്പിക്കാം. എന്റെ കയ്യിലിരുന്നാ തോപ്പിക്കാൻ പറ്റിയല്ല. പിന്നെ നടക്കുവാണേലേ തോപ്പിക്കാൻ പറ്റുള്ളൂ. വേഗം പോകത്തില്ല, ഞാൻ പതുക്കെ പോവുള്ളൂ, വീഴും. എന്നാ വേഗത്തിൽ പോണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങണം. വേഗം പോണെങ്കിൽ അതാ പറഞ്ഞത്, എന്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങുവാണെങ്കിൽ വേഗം പോകാം. ഞാൻ പതുക്കെ പോവുള്ളൂ, പോകത്തില്ല. എന്നാ താഴെ ഇറങ്ങ. ഒരാൾ എൻ്റെ കയ്യിൽ കയറി ഇരുന്നിട്ടാണ് എന്നോട് പറയുന്നത് വേഗം പോന്നേ. ഇതാ കണ്ടില്ല, ഞാൻ എടുത്തേക്കുവാണ് കേട്ടോ. നടക്കാൻ കഴിയല്ലേ, തിരിച്ചങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് നടക്കാൻ മടിയായിരുന്നു. അങ്ങോട്ട് കയറി പോയപ്പം മടിയൊന്നുമില്ലായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് താഴെ ഇറങ്ങി വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞ് നമ്മൾ ശംഖുപുഷ്പം പറിച്ചിട്ടില്ലായിരുന്നു പൂവ്, അപ്പോൾ അത് വെച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ച് പൂവെല്ലാം ഇട്ട് ഇതാ വെള്ളമൊക്കെ തിളപ്പിച്ചു നമ്മൾ കുടിച്ചു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് ഇനിയും തുടർന്ന് പോകാൻ പറ്റത്തുള്ളേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.